പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായനേക്കും. സകലേശാനി
കർത്താവായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. വിശുദ്ധരിൽ സമയത്തായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. എന്റെ സഹോദരി ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 29-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങൾ. യാക്കോബ് യാത്ര തുടർന്നു. കിഴക്കുള്ള ദേശത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ വയലിൽ ഒരു കിണർ കണ്ടു. അതിനു ചുറ്റും 3 ആട്ടിൻപറ്റകളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത്. വലിയ കല്ല് കൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റകളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റോരത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കാനാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ? അറിയും എന്നവർ പറഞ്ഞു. അവന് സുഖമാണോ? അവൻ ചോദിച്ചു. അതെ, അവൻ മറുപടി പറഞ്ഞു. ഇതാ അവന്റെ മകൾ റാഹേൽ ആടുമായി വരുന്നു. അവൻ പറഞ്ഞു, കപ്പൽ ഇനി വരാനുണ്ടല്ലോ. ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവിടെ കൊണ്ടുപോയി തിരിക്കുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആട്ടിൻപറ്റകളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ റാഹേൽ തന്റെ ആടുകളുമായി വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. തന്റെ മാതൃസഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെ അവന്റെ ആടുകൾ കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നെ അവൻ റാഹേലിനെ ചുംബിക്കുകയും പുറകെ കഴിയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും ഒരേക്കാരൻ മകനുമാണ് എന്ന് അവളോട് പറഞ്ഞു. അവളോട് ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു. തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായ നീക്കും. സഹോദരൻ, വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംഭവിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും വിധിച്ചറിയുകയും ചെയ്തവർ വീണ്ടും പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനം സാധിച്ചു ലഭിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയോ ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ ഉറപ്പിക്കുകയോ ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിക്കുന്ന മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്, അതിന് ശാപനാശനവുമാണ്. ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിന്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മയിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതിലെ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകുന്ന വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. Oh
സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സമരിയായ സിഖാർ എന്ന പട്ടണത്തിൽ യേശു എത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയക്കാരി അവിടെ വെള്ളം കൊരുവാൻ വന്നു. യേശു അവൾ ചോദിച്ചു, എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറഞ്ഞു. അവൻ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദനും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്ത് ചെയ്യുന്നു? എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൻ പറഞ്ഞു, പ്രഭു, വെള്ളം കോരുവാൻ നിനക്ക് പാത്രമില്ല, കിണറും ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവരും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർക്കളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. വെള്ളം കോരുവാൻ ഞാൻ ഇവിടെ വരികയും വേണമല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങനെ പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലും ജെറുസലേമിലും നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധന ആത്മാവിന്റെ സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിന്റെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ആ സ്ത്രീ ആകട്ടെ ഉടൻ അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണും. ഇവനായിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവന് വിശ്വസിച്ചു. ആ സമരിയക്കാർ അവന്റെ അടുത്ത് വന്നു തങ്ങളോട് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവനെ വചനം ശ്രമിച്ചു മറ്റു പലരും അവന് വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. തമ്പുരാനെ അറിഞ്ഞ് വിശ്വസിച്ച് പകർന്നു നൽകുന്നവരാകുക.
ഈശ്വരശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ദൈവകാലത്തിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് വിശ്വസിക്കുവാനായിട്ട്. ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കിണറ്റിനായി നട്ടുച്ച നേരത്ത്, അതായത് 6 മണിക്കൂറിൽ കാത്തിരിക്കുന്ന ദൈവം കാത്തിരിക്കുന്നത് മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സമയക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതി മികവുറ്റതല്ലായിരുന്നു. അവരുടെ ചരിത്രം തന്നെ അത് വ്യക്തമാക്കുകയാണ്. നിന്റെ ഭർത്താവിനെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന്. മറ്റൊരു രീതിയിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവളെ സംബന്ധിച്ചിടത്തോളം അവൾ നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാനായിട്ട് പോയത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാനുള്ള വിഷമം കൊണ്ടും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ സുമുഖനായ മിടുക്കനായ ഒരു യുവാവിനെ കണ്ടപ്പോൾ അവനെയും ഒന്ന് വലയിൽ വീശിയാലോ എന്നൊരു ചിന്തയും തീർച്ചയായും ഈ സമയക്കാരിൽ ഉടലെടുത്ത് കാണും. അതുകൊണ്ടാണ് അവൾ പറയുക, എനിക്ക് ഭർത്താവില്ല എന്ന്. അവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവളെ മാനസാന്തരത്തിലേക്ക് അവൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആ മാനസാന്തരത്തിനായിട്ട് വ്യക്തമായ ബോധ്യങ്ങൾ യേശു അവർക്ക് കൊടുക്കുകയാണ്. ആ ബോധ്യങ്ങളോട് സഞ്ചരിക്കുന്ന സഭയാക്കാരി മാനസാന്തരപ്പെടുത്തു എന്ന് മാത്രമല്ല, അവൾ രക്ഷകനെ കൊടുക്കുവാനായിട്ട് അവൾ മുന്നേറുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷമേ ഓർമ്മപ്പെടുത്തുകയാണ്, നാം ഏത് അവസ്ഥയിലായാൽ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരികെ വരുവാനായിട്ട്, നന്മയിലേക്ക് വരുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനായിട്ട്, തമ്പുരാനെ അറിഞ്ഞ് തമ്പുരാനെ പ്രഘോഷിക്കുവാനായിട്ട്. രണ്ടാമതായി സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ബന്ധങ്ങൾ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. ഇവിടെ സുവിശേഷം ദാഹങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. സമയക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഭൗതികമായ ദാഹത്തെ കുറിച്ചാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുന്നത് ആധ്യാത്മികമായ ദാഹത്തെ കുറിച്ചാണ്. ഇവിടെ ദൈവമായിരുന്നേക്കും എളിമയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് പാപിയെ കാത്തിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമയക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവൾ പാപിനിയായ ഒരു സ്ത്രീയാണ്. അവളെ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നത് മാത്രമല്ല, അവളുമായിട്ട് സംസാരിക്കുവാനായിട്ട് അവൻ അവസരമൊരുക്കുകയാണ്. വളരെയേറെ എളിമയോടുകൂടി അവളോട് സംസാരിക്കുകയാണ്. സംസാരിച്ചു എന്ന് മാത്രമല്ല, അവളെ ശകാരിക്കുന്നതിന് പകരം അവളെ തിരുത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. എളിമയുടെ മാർഗത്തിലൂടെ ബന്ധങ്ങൾ സ്ഥാപിച്ച് വളരെ മനോഹരമായിട്ട് അവളെ തിരുത്തിക്കൊണ്ടുവരികയാണ്. തിരുത്തിക്കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, അവളെ കേൾക്കുവാനായിട്ട്, അവളുടെ വാക്ക് കേട്ട് അവളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന തമ്പുരാനെയാണ് നാം സുവിശേഷത്തിൽ കാണുക. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ബന്ധങ്ങളിലാണ് മാനസാന്തരം ഉണ്ടാകുക. ബന്ധങ്ങൾ തീർച്ചയായിട്ടും എളിമയുടെ മാർഗത്തിൽ സംഭവിക്കുന്നതാണ്. തിരുത്തലിനോടൊപ്പം തന്നെ ബന്ധങ്ങളിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശകാരങ്ങളേക്കാൾ, കോപത്തേക്കാൾ നല്ലൊരു മാർഗം എളിമയുടെ മാർഗമാണ്. ആ എളിമയുടെ മാർഗം തീർച്ചയായിട്ടും തിരുത്തലുകളിലേക്ക് നയിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ വ്യക്തമായി അറിയുമ്പോഴാണ് ബോധ്യങ്ങളിലേക്ക്, വിശ്വാസത്തിലേക്ക് വളരുക എന്ന്.
ഈ സമരിയാക്കാരിയെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ട് യേശുവിനെ കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ശത്രുവാണ്, യഹൂദനാണ്. യഹൂദനും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല. ശത്രുവാണ് തന്നോട് വെള്ളം ചോദിക്കുന്നത്. അത് വളരെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. നീ യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? യഹൂദനും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. എന്നാൽ ആ സംസാരം പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ശത്രുവിനേക്കാൾ ഉപരി ഇവൻ ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവൻ വളരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദനല്ലേ എന്ന് ചോദിച്ചവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, പ്രഭു എന്നാണ് അഭിസംബോധന ചെയ്യുക. ശത്രു പ്രഭുവായിട്ട് മാറുകയാണ്, ഗുരുവായിട്ട് മാറുകയാണ്. അവരുടെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോ നിനക്ക് ഭർത്താവുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഇവൻ വെറും ഒരു യഹൂദനല്ല, ഇവൻ വെറും ഒരു പ്രഭുവല്ല, ഇവൻ ഒരു പ്രവാചകനാണ് എന്ന് അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അവൾ പറയുകയാണ്. അവിടെ നിൽക്കുന്നില്ല, വീണ്ടും അവൾ കൂട്ടിച്ചേർക്കുകയാണ്, ക്രിസ്തു വരുമെന്ന്, രക്ഷകൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാം പഠിപ്പിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അവൾ വീണ്ടും ഒരു തലത്തിലേക്ക് കൂടി ഉയരുകയാണ്. ഇവൻ ക്രിസ്തുവാണ് എന്ന്, ക്രിസ്തുവാണ് രക്ഷകനാണ് എന്ന തിരിച്ചറിവിൽ അവൾ എന്തിനു വന്നുവോ? തീർച്ചയായിട്ടും വെള്ളം കോരുവാനായിട്ടാണ് അവൾ വന്നത്. ആ കുടമോടെ വെച്ചിട്ട് അവൾ പോവുകയാണ് പട്ടണത്തിലേക്ക്. തനിക്ക് ലഭിച്ച ബോധ്യങ്ങൾ, തനിക്ക് ലഭിച്ച വിശ്വാസങ്ങൾ അവൾ പകർന്നു നൽകുകയാണ്. അവൾ പകർന്നു നൽകിയത് കേട്ടിട്ട് അവർ വിശ്വസിക്കുകയാണ്. അവർ യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്. തങ്ങളോടൊപ്പം വസിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ബന്ധങ്ങൾ കൂടെ വസിക്കുന്നതിലേക്ക് എത്തിച്ചേർക്കുന്നു, വിശ്വാസത്തിലേക്ക് എത്തിച്ചേർക്കുന്നു. അതിനുശേഷം പട്ടണ നിവാസികൾ അവളോട് പറയുകയാണ്, നീ കേട്ടത്, നീ പറഞ്ഞത് കേട്ടിട്ട് മാത്രമല്ല, മറിച്ച് അതിനപ്പുറം ഞങ്ങൾ കേട്ട് അനുഭവിച്ച് വിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, തമ്പുരാനെ അറിയുക, ആഴത്തിൽ അറിഞ്ഞ് ബോധ്യങ്ങളിലേക്ക് വളരുക, ബോധ്യങ്ങളിലേക്ക് വളർന്ന് തമ്പുരാനെ പകർന്നു കൊടുത്ത് അനുഗ്രഹീതരാകുക. തമ്പുരാനെ അനുഗ്രഹിക്കട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ.
ബോധ്യങ്ങളിലേക്ക് വളരുവാൻ, വിശ്വാസത്തിൽ അത് പകർന്നു നൽകുവാൻ ആവശ്യമായ കൃപ അവിടെ ചെയ്യാം. അങ്ങനെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വഴി അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാഭികയെയും മറിയൗസേപ്പിനെയും സാദരമോർത്തിടാ പവനം ഈ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിരസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. സർവ്വശക്തപിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്ക് ഈശ്വരാ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി
പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഹൃദയവികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ദാവീദിന്റെ പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തെ സ്വർഗ്ഗവാസികളായ ഞങ്ങളും മാലാഖമാരും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരാജങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങ് കുർബാന സ്വീകരിക്കണമേ. കർത്താവേ എന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗരാജ്യത്തിൽ ഭൗമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമായെന്റെ അപരാധങ്ങൾ സദയം
പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും നമ്മുടെ വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കും. സുഖസായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന ആവേശിയായിട്ട് പാപനും അവിടെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. വിശ്വാസികളിലും കടന്നുപോകുകയും ഇത് ശിവം.
അറിയിക്കുന്നു. കഴിഞ്ഞ സ്വതന്ത്ര കാഴ്ച 12,745 രൂപ, ആദ്യ കുർബാന സമർപ്പണം 720 രൂപ, 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അധ്യാപകർ 980 രൂപ, ഹിന്ദി കുർബാന 4,914 രൂപ, സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ ആശ്രമം, സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ മാസവരി 1,800 രൂപ. ക്രിസ്മസ് ദിനങ്ങളിൽ വെളിപ്പെടുത്തുന്ന മുമ്പിൽ വച്ചിരുന്ന നൂല് കൊണ്ട് നിർമ്മിച്ച ഉണ്ണീശോയെ കൈകളിലെത്തിയിരിക്കുന്ന മാതാവിന്റെ ചിത്രം അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് ശേഷം ലേലം വിളിച്ച് നൽകുന്നതായിരിക്കും. ഇന്ന് 2 മണി മുതൽ 4 മണി വരെ 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്റർ വേദപാഠ പരീക്ഷയാണ് പ്രാർത്ഥിക്കുക. ചാൾസ് മോറൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ മോർണിംഗ് സ്റ്റാർ ഓട്ടിസം സ്കൂളിലെ ശേഖയാത്ര നടത്തിയ ബിരിയാണി ചലഞ്ച് സഹകരിച്ചവർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സെൻറ്റ് അൽഫോൺസ് യൂണിറ്റ് ഇന്ന് 3:45 വൈദ്യ ജോസഫ് ചാവിയേരിയും സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 5 മണി അമ്പാട്ട് മേരി ജോർജിന്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. കേസുകളുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്ക്രാപ്പ് കളക്ഷൻ നടത്തുന്നു. സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഭാഗമായി ബിജു ആക്സിഡന്റിൽപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷന് ശേഷം ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു. 10 ലക്ഷം രൂപയോളമാണ് എക്സ്പെക്ടഡ് ചികിത്സാ ചെലവ്. അതിനായിട്ട് കളക്ഷൻ ഈ കുർബാനയെ തുടർന്ന് എഴുതുന്നതാണ്. സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സെമിത്തേരിയുടെ കലവറവാണ് അതിൻ്റെ പൂർത്തീകരണത്തിലായിരിക്കുന്നു. അതിനായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ചുക്കാൻ പിടിച്ച കൈക്കാരന്മാരായ ബിനോയ്, ജോൺ എന്നിവർക്കും അതോടൊപ്പം തന്നെ നയിക്കുവാനും മറ്റും നല്ല രീതിയിൽ സഹകരിച്ച ഷാജനും ജോർജേട്ടനും അഖിലിനും ഹരീശേട്ടനും എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ വരുന്ന 27-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ സെമിത്തേരി കവയലിലായിരിക്കും വിശുദ്ധ കുർബാന ഓഫീസ്. അതിനെ തുടർന്ന് സെമിത്തേരി വീക്ഷിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കടകളുടെ മോഷണത്തിനായി കാരുണ്യഭോജനങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. നിത്യസമാരാധ്യൻ ഓവിലായേശു തൻ സുധനേ ജോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി ഭാവനരക്തശരീരങ്ങൾ മാനവഭാവം നീക്കിമുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശിസേകട്ടെ. നരരെ ദൈവിക സുധരാക്കി സത്യത്തിൻ പരിപൂർണ്ണതയിൽ